studying from the book of Hebrews. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസവീരന്മാരുടെ പട്ടിക, അല്ലെങ്കിൽ ദിസ് ഈസ് കോൾഡ് ദ ഹാൾ ഓഫ് ഫെയ്ത്ത്. നമ്മളവിടെ പല വിശ്വാസവീരന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചു. We looked at the history of Abel. We saw it's by faith he is worshipping. വിശ്വാസത്താൽ തന്നെ ആരാധിക്കുന്നു. We saw Enoch, that is faith walking. വിശ്വാസം നടക്കുന്നു, വിശ്വാസം ദൈവത്തോട് നടക്കുന്നു. And then we see Noah, it is faith working. വിശ്വാസത്തിൽ ഇതാ നോഹ ആ പെട്ടകം പണിയാണ്. And then you see the life of Abraham. അബ്രഹാമിന്റെ ജീവിതം നമ്മൾ ശ്രദ്ധിച്ച it's faith waiting. അവര് വിശ്വാസത്തോടുകൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പല കാര്യങ്ങളിൽ വിശ്വസിച്ചു. They were waiting for a child. They were also waiting for a city with foundations, because they lived like pilgrims on this earth. ഈ ഭൂമിയിൽ അവര് പരദേശികളായിട്ട് ജീവിച്ചുകൊണ്ട് they were waiting for a kingdom to come, a city to come. ഒരുപാടൊരു പട്ടണത്തിന് വേണ്ടി, നഗരത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിനോട് ചേർന്ന് തന്നെ ഫെയ്ത്ത് ഓഫ് സാറ ഈസ് ഓൾസോ മെൻഷൻ. സാറായുടെ വിശ്വാസവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. It's because she believed God even though she passed the age of childbearing എന്ന് എഴുതിയിരിക്കുന്നത്. വിശ്വാസ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിലുള്ള പ്രായം കഴിഞ്ഞിട്ടും ശക്തി പ്രാപിച്ചതായിട്ട് നമ്മളോട് വായിക്കുന്നുണ്ട്. Because of her faith. ഇവരെ എല്ലാവരും പറ്റി ഒരു കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. None of them received the promise. അവരാരും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. And they died as strangers and sojourners. അവരെല്ലാവരും ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞ് മരിക്കുമ്പോഴും വിശ്വാസത്തിൽ മരിക്കുക. They also died in faith. So they began in faith, they walked in faith, but though they did not receive the promise, they died in faith. അവരെല്ലാവരും വിശ്വാസത്തിൽ മരിച്ചായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽസ് നമ്മളവിടെ കാണുന്നുണ്ട്. Then it goes on to talk about Isaac, ഇസഹാക്കിനെ പറ്റി, ഇസഹാക്കിന്റെ വിശ്വാസത്തെ പറ്റി നമ്മളവിടെ കണ്ടു. It has to do with the blessing he gives to Jacob and Esau. അവിടെ തന്റെ ഹൃദയത്തിനകത്ത് മുഴുവൻ ഇതാ യേശാവിനെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവം ഓർക്കസ്ട്രേറ്റ് ചെയ്ത പരിപാടിയിൽ യേശാവ് വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് യാക്കോബിനെ അനുഗ്രഹിക്കേണ്ടി വന്നു. സോ അതിനുശേഷം താൻ when he realizes that he blessed the wrong person, അദ്ദേഹം ആ അനുഗ്രഹം തിരിച്ചൊന്നും എടുത്തില്ല. അദ്ദേഹം പറഞ്ഞു you will be blessed എന്ന് പറഞ്ഞു. നീ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. Then it takes us to Jacob, how he blessed Joseph's children, Ephraim and Manasseh. അവരെ രണ്ടുപേരെയും കൈ ഇങ്ങനെ പിണത്തി അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. He crossed his hands and blessed them. He blesses the youngest child and gives him the blessing, and then later lays hands on the older one. അതിനുശേഷം യോസഫിനെ നമ്മൾ കണ്ടു. യോസഫിന്റെ ജീവിതത്തിൽ യോസഫിന്റെ വിശ്വാസം പറയുന്നത് he was looking forward a time of exodus. ഒരു പുറപ്പാട് വിശ്വാസത്തിൽ താൻ കണ്ടു. അവരോട് പറഞ്ഞു God will visit you. ദൈവം നിങ്ങളെ വിസിറ്റ് ചെയ്ത ഒരു ദിവസമുണ്ട്. And you will live from here. നിങ്ങൾ ഇവിടുന്ന് there will be an exodus. You will move from here. നിങ്ങൾ ഇവിടുന്ന് പോകുന്നൊരു സമയമുണ്ട്. Make sure you take my bones. നിങ്ങൾ എൻ്റെ അസ്ഥികളും ഇവിടുന്ന് കൊണ്ടുപോകണം. അതെല്ലാം വിശ്വാസത്താൽ താൻ കണ്ട കാര്യമാണ്. They were all seeing something by faith. Okay. അതിനുശേഷം then we looked into Moses. So we spent last week looking into the life of Moses. So മോശയുടെ ജീവിതമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ നോക്കിയത്. മോശയെ പറ്റി നമ്മൾ കണ്ടത് there's so many things to say about this great deliverer. ഈ വലിയ വീണ്ടെടുപ്പാനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്.
താൻ എന്തെല്ലാം കാര്യങ്ങൾ വിട്ടേച്ചു പോകുന്നു, all those things നമ്മൾ കണ്ടല്ലോ. എന്നാൽ ഒരു കാര്യം അതിന്റെ 27ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാണ്. സോ ആ ഒരു ചിന്ത ആണ് നമ്മൾ അവസാനമായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. By faith he left Egypt, not fearing the wrath of the king. Okay, ഇംഗ്ലീഷിൽ അങ്ങനെയാണ്. ഈ ലെഫ്റ്റ്, വിശ്വാസത്താൽ അവൻ ഈജിപ്റ്റ് വിട്ടു, not fearing the wrath of the king, രാജാവിന്റെ കോപത്തെ ഭയപ്പെടാതെ മിസ്രയീം വിട്ടു പോകുന്നു. കാരണം for he endured as seeing him who is unseen. Okay, അദൃശ്യനായ ദൈവത്തെ താൻ കണ്ടതുപോലെ ഉറച്ചു നിന്നു. അപ്പം ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നമ്മൾ ഒരു ഫെയ്ത്തിന്റെ ഒരു ഡെഫിനിഷനോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷനോ അവിടെ കൊടുക്കുന്നുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. Now faith is the assurance of things hoped for, the conviction of things not seen. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പൊ നമ്മളവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന് ഒരു വിഷ്വൽ സെർട്ടിറ്റ്യൂഡ് എന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. അതായത് അദൃശ്യമായ മണ്ഡലത്തിലെ ഒരു കാര്യങ്ങൾ ഇപ്പൊ കാണാനെത്തുന്നു. സോ സംതിങ് ഇൻ ദ ഇൻവിസിബിൾ റെലം, യു ആർ സീയിങ് ഇറ്റ് അറ്റ് ദ പ്രസന്റ്. ദാറ്റ്സ് സംതിങ് ഫെയ്ത്ത് ഡസ്. രണ്ടാമത്തെ കാര്യം, സംതിങ് ദാറ്റ് ഈസ് ഇൻ ദ ഫ്യൂച്ചർ, സംതിങ് ദാറ്റ് ലൈസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ കിടക്കുന്ന ഒരു കാര്യം, സംതിങ് ഇൻ ദ ഫ്യൂച്ചർ, you are seeing it in the present, or you're having an assurance of that in the present. അപ്പം ഈ വർത്തമാന കാലത്ത് ഭാവിയെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് വിശ്വാസം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. സോ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്, അതിന്റെ അവസാനിപ്പിച്ച ഭാഗം എന്ന് പറയുന്നത്, ഈ അദൃശ്യ ദൈവത്തെ കണ്ടവർ, ഇവരിലെല്ലാം, lot of these people that mentioned in chapter 11, it is a common denominator or a common factor about them. അവരെ കുറിച്ചെല്ലാം പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരെല്ലാവരും, all of them were seeing the invisible God. Okay, unseen God. അദൃശ്യനായ ദൈവത്തെ ഇവർ കണ്ടതുപോലെ വിശ്വസിച്ചു. സോ ഇതാണ് കോമൺ. അപ്പം നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയത്, ഈ അദൃശ്യനായ ദൈവത്തെ കണ്ട ഈ ആളുകൾ, ഇതുകൊണ്ടാണ് ഇവരുടെ വിശ്വാസയാത്രയിൽ ഇവർക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിഞ്ഞത്. Okay, because all of them endured, everyone mentioned in chapter 11, they all endured suffering. Look at Abel. He died for his faith. Enoch had to walk with God 300 years. 300 വർഷം ദൈവത്തോട് നടക്കേണ്ടി വന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. Noah had to work so hard. 120 വർഷം പ്രസംഗിക്കേണ്ടി വന്നു. എത്ര നിന്ദകൾ ആ മനുഷ്യന് സഹിക്കേണ്ടി വന്നു. And Joseph, think about Joseph, what he endured. ഇവരെല്ലാവരും ഒത്തിരി വിഷയങ്ങൾ ഇങ്ങനെ അനുഭവിച്ച ആളുകളാണ്. But the secret why they stayed on course, why they stayed in faith, ഇവരെല്ലാം വിശ്വാസത്തിൽ നിലനിന്നതിന്റെ പുറകിലത്തെ കാര്യം എന്ന് പറയുന്നത്, they all saw him who is invisible. അദൃശ്യനായ ദൈവത്തെ ഇവർ കണ്ടു. അപ്പൊ അതേപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നതിൽ. എനിക്കൊന്ന് ഒരു മേജറായിട്ട് കാര്യം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഈ അദൃശ്യനായ ദൈവത്തെ കണ്ട ആളുകളുടെ ചില ഗുണവിശേഷങ്ങൾ. What are some of the qualities of these people who saw the unseen God? അദൃശ്യനായ ദൈവത്തെ കണ്ട ആളുകൾ, അവരുടെ ലക്ഷണങ്ങളെ പറ്റി എന്തൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ തന്നെ ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാര് കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. So by faith Moses' parents hid him for 3 months after he was born, because they saw he was no ordinary child and they were not afraid of king's edict. അപ്പം ഒരു കാര്യം നമ്മൾ കണ്ടത്, especially in the life of Moses, why Moses was able to see the unseen God. Number one, there was a special birth. എന്തോ ഒരു പ്രത്യേകമായ വിശേഷമായ ഒരു ജനനം, തന്റെ ജനനം ഒരു വിശേഷമായിരുന്നു. Something special about his birth. Okay,
Now we connected that to our New Testament experience. നമ്മുടെ പുതിയ നിയമസഭയിലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലുമായിട്ട് ബന്ധപ്പെടുത്തിയപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. Unless you are born again, you will never see the kingdom. ഞാൻ നമ്മൾ John 3:3 ഇങ്ങനെ വായിക്കുന്നു. യേശുവിനോട് ആമേൻ ആമേൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യം കാണുവാനായിട്ട് ആർക്കും കഴിയും. You can never see this unseen God unless you are born again. So ഒരു ജനനത്തിൽ കൂടിയാണ് ഈ യാത്രയുടെ ആരംഭം, ഈ പ്രോസസ്സിന്റെ ആരംഭം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബൈ ബർത്ത്. ഓക്കെ, ഇനിയും ആ 3-ാം അധ്യായത്തിന് തന്നെ 7-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. ഓക്കെ, യു ഷുഡ് നോട്ട് ബി സർപ്രൈസ്ഡ് അറ്റ് മൈ സെയിങ് യു മസ്റ്റ് ബി ബോൺ അഗെയിൻ. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞതിനകത്ത് നിങ്ങൾ ആശ്ചര്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സോ വി സോ that a birth is really needed. പൗലോസ് പറയുന്നുണ്ട് in Ephesians 2:13, മുമ്പേ ദൂരസ്ഥരായ നിങ്ങളിപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിട്ട്. Now you have you have been brought closer, brought near by the blood of Christ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ അടുത്ത് കൊണ്ടുവന്നു, സമീപത്ത് കൊണ്ടുവന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഓക്കെ, പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്, ഈ ആത്മാവിൽ ജനിച്ചില്ല എങ്കിൽ what is the problem if I'm not born a second birth experience ചെയ്യുന്നില്ലെങ്കിൽ, a new birth experience ചെയ്യുന്നില്ലെങ്കിൽ, Bible makes it very clear that ഈ Romans 8:7 പറയുന്നത് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. Okay, the mind governed by the flesh is hostile to God. I mean, if you're not born again, then you are naturally opposite to God. Okay, it does not submit to God's law, nor can it do so. അപ്പം അത് ദൈവത്തിന്റെ വചനത്തിൽ കീഴടങ്ങത്തില്ല, അതിന് കീഴടങ്ങാൻ കഴിയുന്നതുമല്ല. സോ അതിന്റെ വില്ലിംഗ് ആയിട്ട് പറ്റത്തുമില്ല, ഇനി അങ്ങനെ ശ്രമിച്ചാൽ പോലും നടക്കത്തില്ല. കാര്യം ഒരു പുതിയ ജനനം ഉണ്ടാകണം. പുതിയതായിട്ട് ജനിക്കണമെങ്കിൽ മറ്റൊരിടത്ത് മരിക്കണം. യു കനോട്ട് എക്സിസ്റ്റ് ഇൻ ടു വേൾഡ്സ് അറ്റ് ദ സെയിം ടൈം. യു ഹാവ് ടു ഡൈ ടു വൺ വേൾഡ് ടു ബി അലൈവ് ഇൻ അനദർ വേൾഡ്. ഒരു ലോകത്തിൽ മരിച്ചാലോട് മറ്റു ലോകത്തിൽ ജീവിക്കാനൊക്കത്തുള്ളൂ. ഓൾറൈറ്റ്, സോ ഒരു പുതിയ ജനനം ഇതിനാവശ്യമാണ്. ഈ അദൃശ്യമായ ദൈവത്തെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ. പിന്നെ ആ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ Hebrews 11:24 there's something else it says, വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കാൻ തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും ചെയ്തു. By faith, when he had grown up, he refused to be known as son of Pharaoh's daughter. He chose to be mistreated along with the people of God rather than to enjoy the fleeting pleasures of sin. അപ്പം അടുത്ത വേറൊരു കാര്യം മോശയിൽ നമ്മൾ കണ്ടത് ഒരു വേർപാട്. ഓക്കെ, ഞാൻ ആ വേർപാടിനെ പറ്റിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചതാണ്. ദൈവസഭയുടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഉപദേശങ്ങളുടെ ഒരു ഭാഗമാണ് സെപ്പറേഷൻ അല്ലെങ്കിൽ വേർപാട്. സെപ്പറേഷൻ is a doctrine that people of God must continue to practice. It's very important. Okay, കർത്താവ് പറയുന്നുണ്ട് in John 14, Jesus says that if you love me, you should keep my commandments. എൻ്റെ കൽപ്പനകളെ നിങ്ങൾ പാലിക്കണം. ഓക്കെ, എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. This is John 14:21. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. So I'm going to reveal myself to you only on one condition, that you are going to obey the commandments. If you are obeying the commandments, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, എൻ്റെ പിതാവ് സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും. So this is where you're going to see the unseen God, because you are loved by the Father. പിതാവിനാണ് സ്നേഹിക്കപ്പെടുകയാണ്. ഓക്കെ, അപ്പം ഇനിയും കൊരിന്ത്യലേഖനത്തിൽ തന്നെ നമ്മൾ കണ്ടു. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരും. Come out from them and be separate, says the Lord. Touch no unclean thing and I will receive you. അവരോട് പറയാൻ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു പോരുക. Just come out of them.
ഓക്കെ, അപ്പം ഈ വേർപാട് വിശുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം ഈ അദർശനായ ദൈവത്തെ കാണണമെങ്കിൽ വളരെ ആവശ്യമാണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മൾ കണ്ടു ഈ 28ാമത്തെ വാക്യത്തില് മറ്റൊരു കാര്യം കാണുന്നുണ്ട്. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കടന്നു. അപ്പൊ ഇവിടെ അടുത്ത് പറയുന്നു, ബൈ ഫെയ്ത്ത് കെപ്റ്റ് ദ പാസ് ഓവർ. ബൈ ഫെയ്ത്ത് ഹി കെപ്റ്റ്, മോശയെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ബൈ ഫെയ്ത്ത് ഹി കെപ്റ്റ് the Passover and the application of the blood, so that the destroyer of the firstborn would not touch the firstborn of Israel. അപ്പം വിശ്വാസത്താൽ പെസഹായും ചോരത്തളിയും താൻ ആചരിച്ചു, കാരണം കടിഞ്ഞൂൽ സംഹാരകൻ തന്നെ തൊടാതിരിക്കുന്നു. അതൊരു വിശ്വാസത്തിന്റെ ഒരു ആക്ടായിരുന്നു. He didn't know what was going to happen. Okay, but God told him to take the blood of the Passover lamb, smear it on the doors, door പോസ്റ്റിലൊക്കെ പുരട്ടാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് പുരട്ടിയതോടുകൂടി ഈ സംഹാരദൂതൻ അവരെ വിട്ടുപോയി. അത് വിശ്വാസത്തിന്റെ ഒരു ആക്ട്. He didn't know, but by faith he did it, and God honored that. So you also need to possess a supernatural faith. ഒരു നാച്ചുറൽ ഫെയ്ത്ത് അല്ല, ഒരു സൂപ്പർ അമാനുഷികമായിട്ടുള്ള ഒരു 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 വിശ്വാസത്തിന്റെ ഉടമസ്ഥാവകാശം നമുക്കുണ്ടാകണം. If you really wanted to see God, okay, so as I said, a new special birth, ഒരു ജനനം വേണം. സെപ്പറേഷൻ is really needed. ഒരു വേർപാട് നമുക്ക് ആവശ്യമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അസാമാന്യമായ അസാധാരണമായ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ, this faith simply doesn't come by simply living here, not by your സെൻസസ്, നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഒരു വിശ്വാസമല്ല. എന്തോ ഒരു സിക്സ്ത് സെൻസ് കിക്ക് ഇൻ ചെയ്ത് യു ഹാവ് എ ഫെയ്ത്ത്, that God is going to do something great. അപ്പൊ അതാണ് വിശ്വാസം ഇവിടെ ചെയ്തതെന്ന് വായിക്കുന്നത്. Alright. ഇവരെ പറ്റി പറയുന്ന ഞാൻ ആ ഹീബ്രൂസ് 1:1 പറഞ്ഞ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. So faith is a confidence in what we hope for and the assurance about what we do not see. Okay. ഇനിയും ഈ 12ാമത്തെ എബ്രായ അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ 1-2 വാക്യങ്ങൾ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവെത്തനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. Therefore, since we are surrounded by such a great cloud of witnesses, let us throw off everything that hinders and the sin that is so easily entangles, and let us run with perseverance the race marked out for us, fixing our eyes on Jesus, the pioneer and the perfecter of faith. For the joy set before him, he endured the cross, scorning its shame, and sat down at the right hand of God. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു ശക്തമായ ഒരു സൂപ്പർ നാച്ചുറൽ വിശ്വാസം കൊണ്ട് മുൻപോട്ട് ഓടുക. പുറകിലുള്ളതെല്ലാം വിട്ടിട്ട് മുൻപോട്ട് ഓടുക. അടുത്ത് നമ്മൾ ഈ 29ാമത്തെ വാക്യത്തിന്റെ 2ാം ഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെ വായിക്കുന്നു. വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടെ കടന്നു, അത് മിസ്രയീമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. Okay, this is how it is, 11:29. By faith people passed through the Red Sea as on a dry land, but when the Egyptians tried to do so, they were drowned. അപ്പം ഇവര് ചെയ്ത അതേ കാര്യം ഈജിപ്ഷ്യൻസ് ചെയ്തപ്പോൾ, മിസ്രൈമിൽ ചെയ്തപ്പോൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവര് എന്ത് ചെയ്തു? അവിടെ മുങ്ങിപ്പോയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ അദൃശ്യനായ ദൈവത്തെ കാണുന്നവരുടെ മറ്റൊരു വലിയൊരു വിശേഷം എന്ന് പറയുന്നത്, they always believing in a victory. Finally ഒരു വിക്ടറി ഞങ്ങൾക്കുണ്ടാകും. There may be battles you might lose. So ചിലപ്പോ 1-2 ചെറിയ പോരാട്ടം, യുദ്ധം നമുക്ക് തോറ്റെന്ന് പറഞ്ഞാൽ ഫൈനൽ വിക്ടറി will be ours.
So, okay, so whether we win or lose the actual battle of life, okay, that is immaterial. We are victorious. അപ്പൊ ഇവരെല്ലാവരും നമ്മൾ കണ്ടു വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ മരിച്ചുപോയ ആളുകളാണ്. None of them actually received the promise. സോ അപ്പൊ അത് വേണം നോക്കി നമുക്ക് പറയാൻ കഴിയും ഇവർക്ക് ആർക്കും വാഗ്ദത്ത നിവൃത്തി കിട്ടില്ല, ഒരു ട്രാജഡി ആയിപ്പോയല്ലോ, ഇവർ തോറ്റുപോയല്ലോ എന്ന് വേണം ചിന്തിക്കാനായിട്ട് കഴിയും. ബട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതത്തിൽ അത് എത്തുന്നതിന് മുമ്പ് അവർ മരിച്ചുപോയി, അതുകൊണ്ട് അത് അവർക്കൊരു വിഷയമല്ല. ബട്ട് ദ ഫൈനൽ ബാറ്റിൽ ഈസ് ഓൾറെഡി വൺ. അതാണ് അവർക്ക് ഒരു വിക്ടറിയാണ്, ഒരു സർപാസിങ് വിക്ടറി, സകലത്തെയും കവിയുന്ന ഒരു വലിയ ജയം അവർക്കെല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൊരിന്ത ലേഖനം 2 കൊരിന്തി 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്നത്. But thanks be to God who always leads us as captives in Christ's triumphal procession and uses us to spread the aroma of the knowledge of Him everywhere. Okay, so every time we see the invisible one, it gives us the courage to fight on. അപ്പം ഈ അദൃശ്യനായ ദൈവത്തെ കാണുന്നത് കൊണ്ടാണ് മുൻപോട്ട് പോകാനായിട്ട് കഴിയുന്നത്. ഓക്കെ, നമ്മൾ കാണുന്നുണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിലേക്ക് വരുന്ന സമയത്ത് ഐസയ ദ പ്രോഫിറ്റ് sees the exalted God. അപ്പൊ നമ്മളത് വായിക്കുന്നുണ്ട്, യെശയ്യാവ് കണ്ടത് അവന്റെ മഹത്വം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ the glory that Isaiah saw, the exalted, it was actually Christ. അത് കണ്ടത് ക്രിസ്തുവിന്റെ തേജസ്സിനെയാണ് യെശയ്യാവ് കണ്ടതെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഓക്കെ, look at സ്റ്റെഫാനോസ് കല്ലുകൾ വന്ന് വീഴുന്ന സമയത്ത് പോലും ഒരു തോൽവിയായിട്ട് നമുക്ക് തോന്നിയാലും he was winning actually. Stephen was winning when he was pelted with stones. Okay, ആ ഷാർപ്പ് സ്റ്റോൺസ് വന്ന് എൻ്റെ തലയിലടിച്ച് തല പൊട്ടി രക്തം വാർന്ന് മരിക്കുമ്പോൾ ഒരു തോൽവിയായി തോന്നാലും he was actually winning as far as heaven is concerned. Look at those 3 Hebrew boys, ആ 3 എബ്രായ ബാലന്മാർ, അവർ തോക്കുകയല്ലായിരുന്നു. Look at Daniel, look at John the Apostle, അപ്പോസ്തലനായ യോഹന്നാൻ, നാട് കടത്തപ്പെടുന്നു, എണ്ണയിലിടുന്നു. Tradition says he was thrown into hot oil, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട്, പക്ഷെ അവിടെ നിന്ന് മരിച്ചില്ല. Then he was taken to to this island called Patmos. ഇതെല്ലാം കണ്ടു. ഈ ചെറിയ ചെറിയ സെറ്റ്ബാക്സ് ഒക്കെ നമുക്ക് തോന്നിയാലും they all knew because they saw this invisible God. അദൃശ്യനായ ദൈവത്തെ അവർ കണ്ടതുകൊണ്ട് അവർക്ക് ആ വിഷയങ്ങളിലെല്ലാം ജയമുണ്ടായി. ഇവരുടെ എല്ലാം ജീവിതങ്ങൾ നമ്മൾ നോക്കുമ്പോൾ there's another section that you will really understand. ഈ അദൃശ്യനായ ദൈവത്തെ കണ്ട ആളുകൾ അല്ലെങ്കിൽ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ. You have to really evaluate and assess, understand the troubles these people who actually saw the unseen God, അദൃശ്യനായ ദൈവത്തെ കണ്ട ആളുകളുടെ പ്രശ്നങ്ങൾ, അവർ നേരിട്ട വിഷയങ്ങൾ ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഇടയാകുന്നത് നല്ല കാര്യമാണ്. ഓക്കെ, ഈ ചില സമയം നമ്മൾ ഓർക്കണം, ഈ sometime only in the valleys of suffering you will see Him who is invisible and it will make it worth the pain. അപ്പം സംഗീതക്കാരനൊക്കെ പറഞ്ഞ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. In the valley you will see, even though I walk through the valley of the shadow of, I fear no evil because thou art with me. So ആ valley of the shadow of death കൂടെ പോകുന്ന സമയത്തായിരിക്കും കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് ദൈവം നമ്മളെ നടത്തുന്നത്. God gives us His presence. നമ്മളെ ദൈവം തന്നെ സാന്നിധ്യമിട്ട് നമ്മളെ അതിലൂടെ നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. So troubles of life, difficulties of life, they're part of this journey. So ഇവരെല്ലാം ശ്രദ്ധിച്ചൊരു കാര്യം മനസ്സിലായി, they all endured suffering. അപ്പം ഈ അദൃശ്യ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, വിശ്വാസത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കഷ്ടം ഉണ്ടാകും. There will be troubles. Okay, Hebrew 11:24 ഇങ്ങനെ വായിക്കുന്നു. Hebrews 11:24 വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ
പാപത്തിന്റെ താൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത്. See, there's a choice he is making. He chooses to be mistreated along with the people of God rather than to enjoy the fleeting pleasures of sin. So പാപത്തിന്റെ താൽക്കാലിക ഭോഗ, പാപം നൽകുന്ന ആ സന്തോഷം, അതിനെ കാട്ടില് the greater thing is to enjoy the trouble with God's people. Okay, mistreated along with the people of God. അതൊരു വലിയ വില കൊടുത്തതാണ്. ഓക്കെ, സോ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇവിടെ. ഈ അദൃശ്യനായ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ you will endure sufferings or you'll have to face sufferings. ഈ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഈ കൊരിന്ത്യർ ലേഖനത്തിൽ 1 Corinthians 15:57 ഇങ്ങനെ വായിക്കുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. But thanks be to God, He gives us victory through our Lord Jesus. ഈ വിക്ടറി തരുന്നത് നമ്മുടെ ട്രബിൾസിന്റെ മധ്യത്തിലാണ്. It's only in the midst of your troubles you enjoy this victory. But thanks be to God. എന്നാൽ എന്ന് പറയുമ്പോൾ അതിന് മുമ്പൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. There's a lot of troubles that you go through. Especially look at the life of Paul. പൗലോസിന്റെ കഷ്ടങ്ങളുടെ ലിസ്റ്റ് നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് വാസ്തവത്തിൽ വളരെ സങ്കടം തോന്നും. A man who endured so much. Okay, 1 അടി എത്രയാ 4 പ്രാവശ്യം that he endured so much of beatings, hardship, famine, lack of sleep. ഒരു രാത്രിയും പകലും വെള്ളത്തിൽ സമുദ്രത്തിൽ കിടക്കേണ്ടി വന്നു. And he gives actually all this list, but he was able to endure that. കാര്യം ആ ദർശനമാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ യോബ് ഇങ്ങനെ പറയുന്നുണ്ട് in Job 23:10. താൻ പറയുന്നു, ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. But he knows the way that I take. When he has tested me, I will come forth as gold. വളരെ അഷ്യൂറിംഗ് ആയിട്ടുള്ള വേർഡാണ് താനോട് പറയുന്നത്. എന്നെ ദൈവം ശോധന ചെയ്യും. I may have to go through the valley of testing, but I will emerge. ഞാൻ അതിനകത്തുനിന്ന് പുറത്തു വരുമ്പോൾ I will be like gold. ഞാൻ പൊന്നുപോലെ ഈ കഷ്ടതയിൽ നിന്ന് പുറത്തു. ഇവരെല്ലാവരും ഈ കഷ്ടതകൾ സഹിച്ചു എന്നൊരു കാര്യങ്ങൾ. സോ നമുക്ക് ഈ അദൃശ്യ ദൈവത്തെ കണ്ടുപോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സഫറിങ് ഈസ് പാർട്ട് ഓഫ് ദ ജേർണി. അതിലൂടെയാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഓക്കെ, ഇവരിൽ പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 27 ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. മീൻസ് he walked alone. There was no company to come with him. ആരും കൂടെയൊന്നും ഇല്ലായിരുന്നു, ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്നു. Okay, so ഈ സഫറിങ് മാത്രമല്ല അവര് നേരിടേണ്ടി വരുന്നത്, they also endure solitude. ഏകാന്തത ജീവിതത്തിൽ സഹിക്കേണ്ടി വരും. ആരുമില്ല എന്ന് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഒറ്റയ്ക്കാണല്ലോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ട്. There are times in our own life journey we may have to walk alone as far as human companionship is concerned. മനുഷ്യർ ആരും കൂടെ ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ചെയ്തുകൊണ്ട് സങ്കീർത്തനക്കാൻ പറയും, for you are with me, നീ എന്നോട് കൂടെ ഇരിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ വാലിയിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും എന്ന് വിചാരിക്കും. മറ്റു മനുഷ്യരാരും കാണില്ല. മേ ബി യു ആർ അലോൺ. ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടിയ കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ബട്ട് യു ആർ അലോൺ ഗോയിങ് ത്രൂ ദിസ് ഡിഫിക്കൽട്ട് ടൈം when you think solitude, ഏകാന്തത എന്ന് ചിന്തിക്കും. But the Lord is always with us. And Jesus said, Great Commissioning കർത്താവ് പറഞ്ഞു, Lo, I am with you till the very end. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ അത് പറയുന്നത്, you go, make everyone disciples, but I am with you, and surely I am with you always to the very end of age. ഈ യുഗത്തിന്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്.
നമ്മൾ ഈ എബ്രായ ലേഖനത്തിൽ ഒരു അധ്യായം കൂടെ കഴിയുമ്പോൾ 13-ാം അധ്യായത്തിലേക്ക് ആഫ്റ്റർ 12th ചാപ്റ്റർ കഴിയുമ്പോൾ അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാതായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ അരുളി ചെയ്തിട്ടുണ്ട്. Keep your lives from the love of money and be content with what you have, because God has said, never will I leave you, never will I forsake you. Never will I leave you, never will I forsake you. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഓക്കെ, സോ സോളിറ്റ്യൂഡ് ജീവിതത്തിന്റെ ഭാഗമാകുമ്പോഴും കഷ്ടതകൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വരും. ഈ അദൃശ്യ ദൈവത്തെ കണ്ട ആളുകൾക്കെല്ലാം they endured suffering, they endured solitude. അവരെല്ലാം ഏകാന്തത അനുഭവിച്ചതായിട്ട് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നുണ്ട് ഈ 11:26 തന്നെ മോശയെ പറ്റി പറയുന്നൊരു കാര്യം ഇതാണ്, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. Listen, he regarded disgrace for the sake of Christ as of greater value than the treasures of Egypt. So, ഇവിടെ നമ്മൾ കാണുന്നുണ്ട് പ്രോബബ്ലി ഇനി ഇതാണ് അനുഭവിച്ച ഈ നിന്ന എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സാക്ട്ലി ഐ ഡു നോട്ട് നോ. മേ ബി അദ്ദേഹത്തിന്റെ സ്നേഹിതർ പറഞ്ഞു, man, you are a fool, man, for walking away from a palace just to spend time with the slaves. ഈ അടിമകളുടെ കൂടെ അവരുടെ മോചനത്തിന് വേണ്ടി ജീവിതം കളയാൻ തീരുമാനിക്കുന്ന കൊട്ടാരം വിട്ടുപോകുന്ന അടുത്ത ഒരു വർഷങ്ങൾ മേ ബി യു ക്യാൻ ഗെറ്റ് എ ബിഗ് പൊസിഷൻ ഇൻ ഫാറോസ് കിങ്ഡം. ഈ ഫറവോന്റെ രാജ്യത്തിൽ ഒരു വലിയ പൊസിഷൻ, മേ ബി യു ക്യാൻ ബിക്കം ദ നെക്സ്റ്റ് ഫാറോ, വി ഡോണ്ട് നോ. ബട്ട് യു ആർ വാക്കിംഗ് അവേ ഫ്രം ദിസ് ഫോർച്യൂൺ. ഇത്രയും ഒരു ഭാഗ്യാവസ്ഥയിൽ നിന്ന് നീ പോവുകയാണോ? സോ ദേ പ്രോബബ്ലി മെയ്ഡ് ഫൺ ഓഫ് ഹിം, യു നോ. സോ മേ ബി ഇതെല്ലാം കാണും. കാര്യം പിന്നെയും കാണുന്നത് ആടിനെ മേയ്ക്കുക, ഇത്രയും വലിയ ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചൊരു മനുഷ്യൻ, ട്രെയിൻ ചെയ്ത one of the greatest military leaders and builder, now spending time with the sheep, taking care of the sheep of his father-in-law. അതിനകത്തൊക്കെ ഒരു വർഷങ്ങൾ നിന്നതാൻ അനുഭവിച്ചു കാണും. ഓക്കെ, so they endured. ഇവരൊക്കെ എല്ലാം കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യം, they endured shame. Look at Noah, എന്തുമാത്രം നിന്നതാൻ സഹിച്ചു കാണും, ഇല്ലയോ? People are making hurling insults at Noah, making fun. Men, you are old man, you're just a fool, man. There's not going to be a rain. ഒരു ഇനിയും ഇവിടെ ഫ്ലഡ് ഒന്നും ഉണ്ടാകില്ല, there's no rain എന്നൊക്കെ പറഞ്ഞ് അതിനെ കളിയാക്കും. സോ enduring shame, അത് ഈ അദൃശ്യനായ ദൈവത്തെ കാണുന്ന ആളുകളുടെ ഒരു വലിയ ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ 2 Timothy 3:12 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിക്കാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും. Very clearly says, in fact, everyone who wants to live a godly life in Christ Jesus will be persecuted. അപ്പം ഭക്തിയോടെ ആരെല്ലാം ജീവിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ അവർക്കെല്ലാം കഷ്ടതകൾ ഉണ്ടാവും. പിന്നെ ഇവരിൽ കാണുന്ന ഒരു മൂന്നാമത്തെ ഒരു സെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത്, നമ്മളതിൻ്റെ 24 തൊട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന 1-2 കാര്യങ്ങൾ. ദീസ് ആർ ഓൾ different things they have used, or we call them different tactics എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. 24-ാം വാക്യം, 27-ാം വാക്യം, 28-ാമത്തെ വാക്യം, 24 ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്തിൽ മോശ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാലം ദൈവത്തോട് കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. He chose. Verse 27, വിശ്വാസത്താൽ അവൻ അദൃശ്യത്തെ കണ്ടു പോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപത്തെ ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. He decided to leave Egypt. Okay, look at verse 28. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ, അവരെ തൊടാതിരിക്കാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. He kept. So ആ 2-3 വാക്യങ്ങൾ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, that he made the right commitments. So അദൃശ്യ ദൈവത്തെ കണ്ട ആളുകളുടെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്, they make the right choices. You have to make a choice. തീരുമാനങ്ങൾ എടുക്കാത്ത ഒറ്റ വ്യക്തികൾക്കും
ഈ ആദർശ ദൈവത്തെ കാണാൻ കഴിയത്തില്ല. So this is a journey of faith where you have to make a decision. നമ്മൾ എടുക്കേണ്ട ഒരു വലിയ തീരുമാനമുണ്ട്. So it is the faith that enabled Moses to make all the commitments in his life. So ഈ വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുവാൻ തന്നെ സഹായിച്ചത് വിശ്വാസമായിരുന്നു. It is the faith. Because he had faith, he took the decision. He committed his way. Okay? Committed. So he made right commitments. ദൈവസന്നിധിയിൽ ഒരു യുക്തമായിട്ടുള്ള സമർപ്പണം അത് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അദൃശ്യ ദൈവത്തെ കാണാനായിട്ട് കഴിയുള്ളൂ. You have to really make that commitment. Amen. അവിടെ പറയുന്നത് ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നുമ്പോൾ യഹോവ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു. Okay, this is 37 Psalm verse 23. The Lord makes firm steps of those who are the one who delights in him. So ദൈവത്തിൽ ആനന്ദിക്കാനുള്ള കമ്മിറ്റ്മെന്റ് ഒരാൾ എടുക്കുമ്പോൾ ദൈവം അവന്റെ പാതകളെ നേരെയാക്കും. God will straighten his path. Okay? Everything has a season. നമ്മൾ ഈ എക്ലീസിയാസ്റ്റിസ് സഭാപ്രസംഗിയിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. A time to scatter stones and a time to gather them. A time to embrace and a time to refrain from embracing. A time to search and time to give up. A time to keep and time to throw away. കല്ല് കളവാനൊരു കാലം, കല്ല് പെറുക്കി കൂട്ടുവാനൊരു കാലം, ആലിംഗനം ചെയ്യുവാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാനൊരു കാലം, സമ്പാദിപ്പാനൊരു കാലം, നഷ്ടമാകാനൊരു കാലം, സൂക്ഷിച്ചു വെപ്പാനൊരു കാലം, എറിഞ്ഞു കളവാൻ ഒരു കാലം. So these are all different seasons of life. But you make the right commitments, whatever the seasons may be. എന്തെല്ലാം ജീവിതത്തിന്റെ സീസൺസ് ആണെങ്കിലും ഈ സീസൺസിലെല്ലാം കല്ല് പെറുക്കി കൂട്ടുമ്പോഴും കല്ല് കളയുമ്പോഴും പണം സമ്പാദിക്കുമ്പോഴും പണം നഷ്ടമാകുമ്പോഴും there is always that commitment in every season. That's what you say, I will bless the Lord at all times. His praises will continue to be. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. സോ ആ വലിയ ചിന്ത, ആ വലിയ ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാകുന്ന ആ വലിയ കമ്മിറ്റ്മെന്റ് അവരെല്ലാം ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. So they made the right commitments. They also made the right choices. അപ്പം ശരിയായിട്ടുള്ള സമർപ്പണവും ശരിയായിട്ടുള്ള തീരുമാനങ്ങളും രണ്ടും വളരെ അടുത്ത ചിന്തകളാണ്. അപ്പം നമുക്ക് ഒന്നായിട്ട് വേണേൽ പോകാൻ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. But they are different things. One is a commitment. The other one is a choice based on the commitment. So the John, okay, faith will enable you to choose God's way over what may be easier way. Okay, those who see him choose to walk in the path. അപ്പൊ ഈ അദൃശ്യനായ ദൈവത്തെ കണ്ടു കഴിഞ്ഞ ആളുകൾ അവര് ഈസി വേ അല്ല നോക്കുന്നത്. അവര് കല്ലുള്ള യാത്രയായിരിക്കും, ഇത് കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ യാത്രയായിരിക്കും. ഇത് നാരോ ഗേറ്റ് ആയിരിക്കും, narrow way ആയിരിക്കും. But they know that towards the end they are reaching the other side. So the process is not important for them. ഈ പ്രക്രിയയോ ഈ യാത്രയോ അല്ല അവർക്ക് വിഷയം. Destination is more important for them. ആ ലക്ഷ്യസ്ഥാനമാണ് അവർക്ക് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. So we also seen them. നമ്മൾ ഇതിനകത്തെല്ലാം കണ്ടൊരു കാര്യം, ഇവരെല്ലാം കണക്ക് കൂട്ടിയതായിട്ടൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. മിസ്രൈമിലെ വേഴ്സ് 26, മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണി. He regarded disgrace for the sake of Christ as a greater value than the treasures of Egypt because he was looking ahead to his reward. അപ്പം നിത്യതയുടെ കാഴ്ചപ്പാടില് ഈ വിഷയങ്ങളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുവാൻ, ഇതിനൊക്കെ ഒരു വിലയിടുവാൻ, ഇതിന് കണക്കെടുക്കുവാൻ, മെഷർ ചെയ്യുവാൻ, കൗണ്ട് ചെയ്യുവാൻ ഇവരെല്ലാം തയ്യാറായിരുന്നു. സോ ഈ അദൃശ്യ ദൈവത്തെ കണ്ട ആളുകളിൽ കണ്ട വേറൊരു വലിയൊരു കാര്യം, they made the right commitment, right choice. They also made right calculations. അവരാ കണക്കെടുത്തത്, അവരെ നിത്യത, ഇതിന് ഇറ്റേണൽ വാല്യൂ എന്തുണ്ട്, ടെമ്പററി വാല്യൂ അല്ല അവർ നോക്കിയത്. They were looking for eternal value of these things. Praise God. You know, ഈ ഫിലിപ്പ് ലേഖനത്തിൽ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം 17, Philippians 3:7-9 is very important. A couple of verses. It says that എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അവിടെ എണ്ണുകയാണ്, he is counting.
അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചേരുമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിലുള്ള തന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം പോലും ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയിലും തന്നെ ലഭിച്ചു. So it goes on to say, so whatever were gains to me, so before I met Christ, says that whatever were gains to me, I now consider them loss for the sake of Christ. What is more, I consider everything a loss because of the surpassing worth of knowing Christ Jesus, my Lord. അപ്പൊ ഇവിടെ പറയാം, യേശു ക്രിസ്തുവിനെ അറിയുന്നതിനേക്കാൾ വലുതൊന്നുമില്ല, അതുകൊണ്ട് ഇതെല്ലാം ബാക്കിയെല്ലാം വില ഞാൻ സീറോ ഇട്ടു. And then he goes on to say, I consider them garbage that I may gain Christ and I be found in him, not having a righteousness of my own that comes from the law. So ന്യായപ്രമാണത്തിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഒരു നീതി അല്ല എനിക്ക് വേണ്ടിയത്, but that which is through faith in Christ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എനിക്ക് ലഭിക്കുന്ന ഒരു നീതീകരണമാണ് എനിക്ക് വേണ്ടിയത്. The righteousness that comes from God on the basis of faith, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ആ നീതിയാണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പം so making that right counting, right evaluation of things, ഇതെല്ലാം നമ്മുടെ ഈ ജീവിതയാത്രയിൽ ആവശ്യമാണ്. സോ ഈ അദൃശ്യനായ ദൈവത്തെ കണ്ടു എന്നൊക്കെ പറഞ്ഞ ആ വാക്യം അവിടെ അവസാനിപ്പിക്കുമ്പോൾ I want us to just pay attention to it. It is not a simple choice. It's not that simply they just walk by faith. ഇവരെല്ലാം ഈ ഹോൾ ഓഫ് ഫെയ്ത്തിൽ വന്ന ആളുകൾ, ഈ വിശ്വാസവന്മാർ പട്ടികയിൽ കയറിയ ആളുകൾ വെറുതെ ഒന്നും സംഭവിച്ച കാര്യങ്ങളല്ല. Okay, this is very important because they paid the price. They endured suffering. They endured shame. You know, they made the right choices. They made right commitments. They counted the cost. ഇതെല്ലാം കർത്താവ് എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിച്ചാൽ, you have to count the cost of following Christ. It's not easy following Christ. So count it first. Then you see it's worth following me. And then നീ ചിന്തിച്ചു വന്നച്ചാൽ മതി. You cannot come just the way you are. So ഇതിനെല്ലാം ഇറ്റേണൽ വാല്യൂ ഇതിനകത്ത് കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പോകാനൊക്കത്തുള്ളൂ. Alright. 29ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞു, വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടെ കടന്നു, അത് മിസ്രയീമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. Now we are moving away from Moses. In verse 29, now this is the faith of the nation of Israel when crossing the Red Sea. അപ്പൊ ഇവര് ഇപ്പൊ ഓരോ വ്യക്തികളെ എടുത്തപ്പോൾ നമ്മൾ കണ്ടു അവരുടെ ഒരു പെർട്ടിക്കുലർ ആസ്പെക്ട് ആണ് വിശ്വാസമായിട്ട് ഇവിടെ കണക്ട് ചെയ്യുന്നത്. See, in the case of Abraham, it is waiting. In the case of Enoch, it is walking with God. In the case of Noah, it is working by faith. In the case of Abel, it is worshiping by faith. So everything, there's one particular aspect. ഇവരുടെ എല്ലാം ഒരു പ്രത്യേക ജീവിതത്തിന്റെ ഒരു വിഷയം, വിശ്വാസ ജീവിതത്തിന്റെ ഒരു ഘടകം എടുത്ത് എബ്രായ ലേഖനകർത്താവ് കാണിച്ചു പറയും, അത് വിശ്വാസത്തിന്റെ വാക്കാണ്. വിശ്വാസത്താൽ ചോരത്തളി ചെയ്തു, പെസഹായും ചോരത്തടിയും, Passover and sprinkling. They said that's an act of faith that found them a place in the list here. Okay, ഇനി ഇവിടെ പറയാ, now you're talking about the whole Israel as a nation. അവരോട് പറയാം, by faith they passed through the Red Sea as by dry land, whereas the Egyptians attempting to do so were drowned. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു, വിശ്വാസത്താൽ അവര് കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടെ നടന്നു. അപ്പം അവരുടെ വിശ്വാസം ശ്രദ്ധിച്ചോണം, ഈ ചെങ്കടലിൽ കൂടെ നടന്നു പോകുമ്പോഴും കരയിൽ കൂടെ നടന്നു പോകുന്ന പോലെ ആ വിശ്വാസത്തിൽ അവർ നടന്നത്. They didn't care about the water that is on both sides. They were not intimidated by that. They just walked by faith through, as if they're walking through dry land. ഇത് ഉണങ്ങിയ നിലത്തൂടെ അവർ പോകുന്നത് പോലെയുള്ള വിശ്വാസത്താല് അവര് അതിലെ കൂടെ നടന്നു പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. ആ നടപ്പ് കൊണ്ട് അവർക്ക് they found a place here, a mention here. ഇവിടെ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ അവർക്ക് ഒരു സ്ഥാനം കാണുകയാണ്. ഈ വിശ്വാസത്തോടുകൂടി കരയിൽ കൂടെ നടന്നു പോലെ വെള്ളത്തിൽ കൂടെ നടന്നുകൊണ്ട്. Okay, so the difference between the Israelites crossing the Red Sea
and the Egyptians crossing the Red Sea. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ രണ്ടുപേരും അടുത്ത the second part of verse 29, ഇത് 29ാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം നമ്മളോട് പറയുന്നു. അപ്പൊ ഇവര് look at the way people of Israel are going, okay, and then you'd see people of, the Egyptians are chasing them, ഇവരുടെ പുറകെ ഇവരെ pursue ചെയ്ത് പുറകെ വരിക. And they also saw this dry land, okay, ഇവര് കണ്ടു, ഈ ഉണങ്ങിയ നില ഇവരും കണ്ടു. അവരെന്ത് ചെയ്തു? അവർക്ക് ഒരു ചുടുന്നില്ല, അവർ വെള്ളത്തിലോട്ട് ഇറങ്ങി, ഇവരുടെ പുറകെ നേരെ പുറത്ത് ഇതിനകത്തോട്ട് ഇറങ്ങി. They came into the sea. They were chasing them. So it's not the difference between the Israelites and the Egyptians is not a matter of courage. വിശ്വാസം, നമ്മൾ ഒരു അതായത് ധൈര്യമല്ല ഇവിടുത്തെ വിഷയം. ബിക്കോസ് യു സി, ഇവരെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്ന ധൈര്യം കാണിച്ചത് ഈജിപ്ഷ്യൻസാണ്. ഇവർക്കൊന്നുമല്ല മോശ പറഞ്ഞു, മോസസ് ടോൾഡ് ദം ഗോ ക്രോസ് ദ ലാൻഡ് എന്നൊക്കെ പറഞ്ഞ് മോശയുണ്ട്, യു സി ഓൾ ദ സിംബൽസ് ഓഫ് ദ ക്ലൗഡ്, ഇതെല്ലാം അവർക്കുണ്ട്. മോശ അവിടെ നിൽപ്പുണ്ട്. there are people, Joshua and others, they are all there. So and then I want you to look at the Egyptians. അവരെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവർക്ക് ഇതൊന്നുമില്ല. They don't have any promises, okay, they are showing sheer courage. അവര് കാണിക്കുന്നത് ധൈര്യമാണ്. അവർ വെള്ളത്തിലോട് ഇത് ചെങ്കടലിൽ നടുക്കൂടെ അവർ വരികയാണ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കും, ശ്രദ്ധിച്ച് നോക്കിയോ, ചെങ്കടലിൽ കൂടെ കടന്നു. അത് മിസ്രൈമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. So what happened when the Egyptians tried to do it by courage, they were drowned in the Red Sea. So ഇവർ രണ്ടാളുകളും തമ്മിലുള്ള ഇഷ്യൂ, കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് കറേജ് അല്ല. ഈജിപ്ഷ്യൻസിന് കറേജ് ആയിരിക്കും, ശ്രദ്ധിച്ചോണം, ഇവരും കറേജ് കാണുമായിരിക്കും, ഇവരെക്കാൾ കറേജ് ഉണ്ടായിരുന്ന ഈജിപ്ഷ്യൻസിന്. But what people of Israel had was faith, which Egyptians did not have. So the difference is actually the element of faith. അത് ഇസ്രായേൽ മക്കൾക്ക് വിശ്വാസം ഉണ്ടായി. വിശ്വാസത്താൽ അവര് ഉണങ്ങിയ നിലത്തൂടെ കടന്നു. എന്നാൽ ഈജിപ്ഷ്യൻസ് ധൈര്യത്തോടെ കടന്നു, വിശ്വാസത്തോടെയല്ല. They came by courage, exhibiting courage, but not by faith. This is a difference. So when you do something not by faith, you get drowned. സംഭവിക്കാൻ എത്രയേ ഉള്ളൂ, നമ്മളും ഇതിനകത്ത് മുങ്ങിപ്പോകും. അവിടെ മിസ്രൈമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയതായിരിക്കും. ഓക്കെ, സോ രണ്ടാളുകളും ഒരേപോലെ ഒരു സ്ഥലത്തൂടെ വന്നെങ്കിലും രണ്ടുപേരുടെ എൻഡ് വ്യത്യാസമായിരുന്നു. Israelites passed through, Egyptians were drowned. ഇസ്രായേൽ മക്കൾ അതിലൂടെ കടന്ന് അപ്പുറം ചെന്നു. എന്നാൽ മിസ്രയീമ്യര് ഈ സെയിം പാത്തിക്കൂടെ പോയിട്ട് അവരെന്ത് ചെയ്തു? It's a matter of faith. Praise the Lord. So the nation of Israel displayed faith as they safely journey through the Red Sea. So വിശ്വാസത്തോടു കൂടി അവര് ഈ ചെങ്കടലിൽ കൂടെ വന്നപ്പോൾ അവര് പ്രദർശിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസമായിരുന്നു. ഓക്കെ, അവരെ ഇൻസ്പയർ ചെയ്തത്, അവരെ എൻകറേജ് ചെയ്തത് മോശയുടെ വിശ്വാസമായിരിക്കാം. ഓക്കെ, എന്നാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം, ഇവരുടെ ഈ വിശ്വാസം അതിൽ നാളും നിന്നില്ലെന്നുള്ള കാര്യമാണ്. It did not last for a long time. It lasted enough for them to cross the land, cross the sea. അതായത് ഈ സമുദ്രം കടക്കാൻ മാത്രമുള്ള വിശ്വാസമൊക്കെ ഉള്ള, അത് കഴിഞ്ഞപ്പോൾ തന്നെ അത് കുറഞ്ഞു പോയതായിട്ട് നമ്മൾ കാണുന്നത്. They later fell faithless. They started bickering, they started murmuring, quarreling, they were disobedient. ഇതെല്ലാം നമ്മൾ പിന്നീട് കാണുന്നുണ്ട് അല്ലേ, എക്സോഡസിലെ 17:32 നമ്മൾ കാണുന്നുണ്ട്. പിന്നീടുള്ള ഇവരുടെ യാത്രയില് ഇവര് വിശ്വാസം കാണിക്കുന്നില്ല. അവര് പെറുവിറുക്കുന്ന ആളുകൾ, കംപ്ലൈന്റ് ചെയ്യുന്ന ആളുകൾ, സംശയിക്കുന്നവര് ഒക്കെ. സോ അവരുടെ ആ ക്രോസ് ചെയ്യാനുള്ള വിശ്വാസത്തിന്റെ കാര്യം മാത്രമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, 30ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു,
വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോ മതിൽ ഇടിഞ്ഞു വീണു. Again, another aspect from the life of Israel. ശ്രദ്ധിച്ചോണം, ഇത് 40 വർഷം കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചോണം, 40 years have gone. ഈ വന്നതിൽ പല ആളുകളും മിസ്രൈമിൽ ഈ മരുഭൂമിയിൽ മരിച്ചു വീണു. They all died except Joshua and Caleb. All of them died in the wilderness. Their children, now they are ready to possess the land. So they cross Jordan. യോർദാൻ നദി കടന്ന് ഇവരിങ്ങോട്ട് വരിക. ഫസ്റ്റ് സിറ്റി they encountered is Jericho. ഓക്കെ, അപ്പൊ അവിടെ പ്രത്യേകിച്ച് ചെയ്തിരിക്കുന്നു, വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോ മതിൽ ഇടിഞ്ഞ് വീണു. സോ ഹിയർ അവിടെ പറഞ്ഞിരിക്കുകയാണ്, they encircled the city. Okay, by faith walls of Jericho fell down after they had been encircled for 7 days. 7 ദിവസം ഇവര് ചുറ്റി നടന്നപ്പോൾ, വിശ്വാസത്താൽ നടന്നപ്പോൾ ആ സിറ്റി വീഴുകയാണ്. Okay, by faith the walls of Jericho fell down. Okay, അവിടെ നമ്മൾ കാണുമ്പോൾ ഇവർ വിശ്വാസത്തെ നോക്കിക്കുക. Jericho, people of Israel had a daring faith. ഒരു സാഹസികമായ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. A daring faith. നമുക്ക് അവിടെ ശരിക്കും നോക്കാമെങ്കിൽ വിശ്വാസത്തിന്റെ പല ലെവൽസ് അവിടെ കാണുന്നത്. A daring faith, സാഹസികമായ ഒരു വിശ്വാസം. There was no turning back. Okay, having already crossed river Jordan. അപ്പൊ ശ്രദ്ധിച്ചോ, ഇനിയും തിരിച്ചു പോകാൻ ഒക്കത്തില്ല. കാര്യം യോർദാൻ നദി കടന്നു വന്നു, ചെങ്കടൽ കടന്നു, യോർദാൻ നദി കടന്നു. ഇനിയും you cannot go back. So they are moving forward. They cross river Jordan at flood stage, which cut off any line of retreat. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ കൊയ്ത്തുകാലത്തൊക്കെ യോർദാൻ കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കും. So the time they came, it was a flood time. Okay, ശ്രദ്ധിച്ചോണം. അപ്പൊ അതായത് യോർദാൻ നദിയിൽ വെള്ളമില്ലാതെ ഉണങ്ങിയിരുന്ന സമയത്ത് ഇങ്ങനെ പോകുന്നതല്ല. It was flood time. It was just flooding all over. Jordan was flooding. അതിന്റെ മുഴുവൻ ഇങ്ങനെ കവിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. അവിടാണ് ദൈവം അല്പം പുരോഹിതന്മാരുടെ കാല് യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടിയത്. The priests were carrying the ark. When the feet touched the water, it stopped. So they crossed over. Now they cannot go back because it's a flood stage. ഇനിയും it's only going forward. Now what they do, right in front of them is the Jericho. Behind them is the flooded Jordan. പുറകില് ഇതാ കവിഞ്ഞൊഴുകുന്ന യോർദാനും, ഫ്രണ്ടില് ഇതാ യെരിഹോ മതിലും. So what they had is called daring faith. ഭയങ്കര ശക്തമായിട്ടുള്ള സാഹസികമായ വിശ്വാസം. So they started walking. So after they encircled for 7 days, അപ്പൊ അവിടെ ഇരിക്കുന്ന 7 ദിവസം അവരോട് ചുറ്റി കറങ്ങിയതായിരിക്കുന്നത്, ചുറ്റി നടന്നപ്പോൾ, okay, there was something else about their faith. ഈ 7 ദിവസവും ഇവർക്ക് അവിടെ ആരും ബലം ഉണ്ടാക്കാൻ ചെയ്തിട്ടില്ല. There was no mention of anybody saying, I'm not going to do this. They didn't stop after 1 day. They didn't stop after 3 days. We don't read anything about people saying, I cannot walk anymore. I'm not coming anymore. It was obedient faith. അത് അനുസരിക്കുന്ന വിശ്വാസമായിരുന്നു. So ഒന്ന് സാഹസിക വിശ്വാസം, മറ്റേത് അനുസരിക്കുന്ന വിശ്വാസം. It was faith that was obeying. Amen. So faith is obeying first day, second day, third day, fourth day. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്ക്. ഇറ്റ്സ് ബൈ ഒബീഡിയൻ. ഒന്നും ചോദിക്കും, തിരിച്ചു പോകുന്നില്ല, കംപ്ലൈന്റ് ചെയ്യുന്നില്ല, ഒന്നുമില്ല. They encircled it. Okay. So they encircled it for 7 days. അത് വിളിച്ചു പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. It is not just the obedient faith, it is also patient faith. ഇത് ക്ഷമയുള്ള വിശ്വാസമായിരുന്നു. പറഞ്ഞനുസരിക്കാം, പക്ഷേ നമ്മൾ പറയും അനുസരിച്ച് പോയി, പക്ഷേ എൻ്റെ ക്ഷമ പോകുന്നൊരു സമയമുണ്ട്. But they were patient. They were very patient. ക്ഷമയോടെ ഇവരെന്ത് ചെയ്യുക. The walls did not fall down for first 6 days. 6 ദിവസം കറങ്ങിയിട്ടും ഇത് വീണില്ല. Yet they kept marching as God commanded them. And last day നമ്മൾ കാണുന്നു 7 times that went
ബാക്കിയുള്ള ഒരു പ്രാവശ്യമേ ഉള്ളൂ. But the seventh day, 7 times they have to encircle. Look at that patient faith. ക്ഷമയോടുകൂടിയുള്ള ആ വിശ്വാസം. 7 days അവിടെ ഇരിക്കുന്നു, 7 ദിവസം. സോ ഈ വിശ്വാസത്തിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഒരു ആന്റിസിപ്പേഷൻ ഉണ്ട്, കാണാത്ത ഒരു കാര്യമുണ്ട്. There's something they're anticipating. They're saying, man, 7th day will come. We're going to encircle it for 7 times. And the 7th time when you encircle, something is going to happen. So they were anticipating. This is called anticipating faith. പ്രതീക്ഷിക്കുന്ന വിശ്വാസം ഇവർക്കുണ്ടായി. They knew God would act on the 7th day. When they shouted, ഏഴാമത്തെ പ്രാവശ്യം ഇവർ ഷൗട്ട് ചെയ്യുന്നു, ഗിദെയോനും ഷൗട്ട് ചെയ്യുന്ന ആ സമയത്ത് they know that this would come. Joshua, they knew that this would come. The walls will come down. Okay, this would come down. The walls will come down. They knew that. So they were anticipating. അവര് പ്രതീക്ഷയോടെ കറങ്ങി. So you look at here. സാഹസികമായൊരു വിശ്വാസം, അനുസരണമുള്ള വിശ്വാസം, ക്ഷമയുള്ള വിശ്വാസം, പ്രതീക്ഷയുള്ള വിശ്വാസം. There's an daring faith, there's obedient faith, there's patient faith, you would see anticipating faith. ഇതാണ് വാസ്തവത്തിൽ ആ യെരിഹോയിൽ. അപ്പൊ അവരെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിശ്വാസത്താൽ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ യെരിഹോ മതില് ഇടിഞ്ഞു വീണു. They found a place again. യോർദാൻ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കോ, ഇത് റെഡ് സീ, ചെങ്കടല് കടന്നത് കൊണ്ട് വിശ്വാസത്തിന് വീണ പട്ടികയിൽ that's an act of faith. Now എരിഹോ അതിന് ചുറ്റിയതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Then 31 വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. Verse 31, വിശ്വാസത്താൽ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതെയിരുന്നു. Again, he's talking about a woman, a harlot by the name Rahab, by faith. So the harlot did not perish along with those who were disobedient after she had welcomed the spies in peace. ശ്രദ്ധിച്ചോണം, വിശ്വാസ രാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് നശിക്കാതെ. See, there is an act of faith by this woman. She is a harlot, she is a prostitute, but she was spared from destruction because by faith she received the spice. അത്രയേ ഉള്ളൂ അവള് ചെയ്തുള്ളൂ. വിശ്വാസത്താല് അവള് എന്ത് ചെയ്യുക, ഈ വന്ന ഒറ്റുകാരെ അവള് സ്വീകരിക്കുക. Okay, this pagan, അവർ ജാതിയായിരുന്നു. She was a pagan prostitute by the name Rahab. She heard of the mighty exploits of God of Israel. നമ്മൾ യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-12 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ ദൈവം ചെയ്ത വീര്യപ്രവൃത്തികളെ കുറിച്ച് അവൾ കേട്ടിട്ടുണ്ട്. She had heard about it, and her faith in God moved her to welcome the spies. ആ കേൾവിയാണ് എന്ത് ചെയ്തത്, ഈ ഒറ്റുകാർ വന്നപ്പോ അവള് പറഞ്ഞു, നിങ്ങളുടെ ദൈവത്തെ പറ്റി ഞങ്ങൾ കേട്ട് ഇവിടെയെല്ലാം നടുങ്ങിയിരിക്കുകയാണ്. സോ ഐ എം ഓൺ ബോർഡ്. അവൾ എന്താ പറയുന്നത്, ശരി, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളെ സഹായിച്ചോളാം. ഐ എം വിത്ത് യു. Her faith enabled her to see them as divine agents rather than as enemies. അപ്പൊ അവള് കണ്ടത് ഇവര് ശത്രുക്കളായിട്ടല്ല അവള് കണ്ടത്, അവളെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം അയച്ച ഒരു വഴിയായിട്ടാണ് ഇവരെ അവള് കാണുന്നത്. സോ ഈ പോയ ആളുകളെ, ഈ വന്ന ആളുകളെ, ഈ ഒറ്റുകാരെ ഒറ്റുനോക്കാൻ വന്ന ആളുകളെ ഇവള് കണ്ടത് ദൈവത്തിന്റെ ഏജൻസ് ആയത്. These are divine agents, not enemies. So it changed the way she started thinking. So Joshua actually in chapter 2 tells us about Rahab. Okay, അത് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, വിശ്വാസത്തിന്റെ ഒരു പ്രതീകം. Look at her profession. She is a harlot. She is not people of Israel. ഇസ്രായേലിന്റെ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു സ്ത്രീയായത്. Yet her willingness to become a traitor to the gods of Canaan and to identify with Yahweh, with his people, despite the cost worthy of, listen to that.
എന്ത് വില കൊടുത്തും അവളുടെ കനാന്യ ദൈവങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒറ്റിക്കൊടുക്കുവാൻ അവള് തയ്യാറായി. യഹോവയുടെ പക്ഷത്ത് നിൽക്കുവാൻ അവള് തീരുമാനിച്ചതാണ് വിശ്വാസത്തിന്റെ പട്ടികയിൽ പേര് വരാൻ കാര്യം. Just think about that. Think about, അവളുടെ ജീവിതം അവിടെ കഴുത്തോടെ ഇറക്കാമായിരുന്നു. Because they came searching. She was hiding them. അവൾ അവരെ ഈ ഒറ്റുകാരെ അവിടെ വീട്ടിൽ സൂക്ഷിക്കുക. I want you to imagine what if they had found this out. അവരിത് കണ്ടുപിടിച്ചതിന് എന്ത് സംഭവിച്ചാനെ? She would have been chopped. പക്ഷെ അവളുടെ അകത്ത്, അന്തരംഗത്തിനകത്ത്, she knew that these people are agents of Yahweh, the mighty God. So അതൊരു വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പായിരുന്നു. And she found a place in the Bible. നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ രാഹാബിന് സ്ഥാനം കിട്ടിയ. She comes in that line. She was a harlot, woman that was a sinner. Okay? എല്ലാവരും തള്ളിക്കളയുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. Nobody wants to have anything to do with her. She is useless as people are concerned. എന്നാൽ ഈ അവരുടെ വിശ്വാസത്തെക്കുറിച്ച്, രാഹാബിന്റെ വിശ്വാസത്തെക്കുറിച്ച് ഒത്തിരി ആളുകൾ പല കാര്യങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. ഈ പ്രസംഗയുടെ പ്രഭുവായ സ്പർജൻ ഒരു കമന്ററിയിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് അവളുടെ വിശ്വാസത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അവളുടെ her faith was saving faith. രക്ഷിക്കുന്ന വിശ്വാസം. നമ്മൾ മുമ്പേ ഡയറിങ് ഫെയ്ത്ത് ഒക്കെ നമ്മൾ കണ്ടല്ലോ, സാഹസികമായ വിശ്വാസം. ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒബീഡിയന്റ് ഫെയ്ത്ത്, പേഷ്യന്റ് ഫെയ്ത്ത് എന്നൊക്കെ നമ്മൾ അവരെ കുറിച്ച് പറഞ്ഞത്. ഇവളുടെ വിശ്വാസത്തെ പറ്റി പറയുന്നത് ഇറ്റ് വാസ് എ സേവിങ് ഫെയ്ത്ത്. അവളെ രക്ഷിക്കാൻ പറ്റിയ ഒരു വിശ്വാസമായിരുന്നു അവള് കാണിച്ചത്. ഇറ്റ് വാസ് എ സിംഗുലർ ഫെയ്ത്ത്. ഒറ്റപ്പെട്ട അസാധാരണമായ ഒരു വിശ്വാസമായിരുന്നു. മറ്റാർക്കും ഇല്ലായിരുന്നു. ആ പട്ടണത്തിൽ ഒറ്റ ഒരാൾക്ക് മാത്രമേ ഉള്ള ആ രക്ഷപ്പെടാനത്ത്. വൺ പേഴ്സൺ, വൺ ഫാമിലി. അവളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ രക്ഷപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നത്. സിംഗുലർ ഫെയ്ത്ത്, സ്റ്റേബിൾ ഫെയ്ത്ത്. അതിന് ഇളക്കമൊന്നുമില്ലായിരുന്നു. ആര് വന്നപ്പോഴും, സോൾജിയേഴ്സ് വന്നപ്പോഴും, she was just solid faith. Okay, stable faith. പിന്നെ സ്പർജൻ പറയുന്നു, ഇത് സെൽഫ് ഡിനൈങ് ഫെയ്ത്ത്. ആത്മത്യാഗമുള്ള ഒരു വിശ്വാസമായി. She was willing to do anything, willing to sacrifice, willing to pay the price, willing to die if that is really needed. It was sanctifying faith. അത് ശുദ്ധീകരിക്കുന്ന ഒരു വിശ്വാസമായിരുന്നു. നമ്മൾ കണ്ട് harlot becomes a person, such an important person in the Jewish history. ഈ യഹൂദന്മാരുടെ ചരിത്രത്തിലെ അതിപ്രധാനമായ ഒരു സ്ഥാനത്തേക്ക് അവൾ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അവള് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവള് ഈ യോശുവയുടെ പുസ്തകത്തിലെ ഒരു വാക്യം ഞാൻ വായിച്ച് അവസാനിപ്പിക്കാം. അവൾ പറയാ, ഇത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഉരുകിപ്പോയി. യഹോവയെ ദൈവത്തെക്കുറിച്ച് കാര്യം പറയുന്നത്, നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം കെട്ടുപോയി. നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവമാവും. This is a basis of her faith. അവള് ഇവരെ കണ്ടപ്പോ തന്നെ അവരോട് പറയുന്ന വാക്കുകളത്, He is God in heaven above and on earth beneath. അവൻ സ്വർഗത്തിന്, ഹോയ തന്നെ മീതെ സ്വർഗത്തിനും താഴെ ഭൂമിയിലും ആ ദൈവമാണ്. ഈ അറിവ് അവിടെ അകത്ത് കയറിയത് കൊണ്ടാണ്. ദിസ് ഈസ് ദ സീഡ് ഓഫ് ദറ്റ് ഫെയ്ത്ത്. ആ ഫെയ്ത്തിന്റെ ആ വിത്തെന്ന് പറയുന്നത് ഈ അറിവാണ്. അതുകൊണ്ടാണ് അവള് ഷി വാസ് വില്ലിംഗ് ടു ടേക്ക് കെയർ ഓഫ് ദം. ഈ നമുക്കറിയാം, ദിസ് പ്രൂഫ് ഓഫ് ഹെർ ഫെയ്ത്ത്, ഇറ്റ് വാസ് നോട്ട് സ്ട്രോങ് ഫെയ്ത്ത്, ഇറ്റ് വാസ് നോട്ട് പെർഫെക്റ്റ് ഫെയ്ത്ത്. അത് സ്ട്രോങ് ഫെയ്ത്ത് അല്ലായിരുന്നു, പെർഫെക്റ്റ് ഫെയ്ത്തും അല്ലായിരുന്നു. But her faith was commendable nonetheless. എന്താ പറഞ്ഞാലും ആ വിശ്വാസം പ്രശംസനീയമായിരുന്നു. കർത്താവ്, Lord was pleased.
നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ ഒരിക്കൽ ഒരു സൈറോഫിനീഷ്യൻ സ്ത്രീ വന്നേച്ച് പറയുന്നുണ്ടല്ലോ, മേശയിലെ ഞുറുക്കുമതി, whatever is falling from the table, that's all I want. The crumbs that fall from the table, that's all I want. കർത്താവ് പറയുന്നുണ്ട്, ഇസ്രയേലിൽ പോലും ഇത്രയൊരു വിശ്വാസം കണ്ടിട്ടില്ല. So this moves God. ഈ Clement of Rome, one of the earliest Christian writer outside the Bible, വേദോസ്തത്തിൽ നമുക്ക് അതിന് ബൈബിള് കഴിഞ്ഞാൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ട് ഈ വിഷയം സംബന്ധിച്ച് എഴുതിയ ഒരു മനുഷ്യൻ ആണ് ക്ലെമന്റ് ഓഫ് റോം. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഈ അവള് കെട്ടിയ ചുവപ്പ് ചരടുണ്ടല്ലോ, he saw it as a symbol of the blood of Jesus in the scarlet cord that Rahab set outside the window. അവളുടെ വീടിന്റെ വെളിയിൽ അവള് കെട്ടിയ ചുവപ്പ് ചരട് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് സിമ്പലായിരുന്നു എന്ന് ആദിമസഭയിലെ ക്രിസ്ത്യാനി Clement of Rome ആ വിഷയത്തെ പറ്റി സംസാരിച്ചു. He is the first person to write about it. That is really true. You would see there the blood. That's where the blood of Jesus, it covers us. It protects us. It protected them. The blood of the Passover lamb protected them in Egypt. ഈജിപ്തിൽ ഗോശൻ ദേശത്ത് കുഞ്ഞാടിന്റെ രക്തം അവിടെ അടയാളമായിരുന്നത് കൊണ്ട് സംഹാരകൻ കടന്നുപോയി. ഇവിടെ ഇതാ ഈ മതിലിടിഞ്ഞു വീണ് ഭയങ്കര നാശം സംഭവിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയോ, അവിടെ ഒരു ചുവന്ന ചരട് അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു. That was a symbol of actually one day in history, Lord will come. Jesus will come, be born into this world. യേശു ലോകത്തിൽ മനുഷ്യനായി ജനിച്ച് അവന്റെ രക്തത്താൽ പാപങ്ങളുടെ വിമോചനം നമുക്കുണ്ട്. So we will stop right there, and then from verse 32 onwards we will pick up next week. അടുത്ത ആഴ്ചയിൽ നമുക്ക് ഭാഗം ചിന്തിക്കാം. So this is just to give you ഈ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ the lot of people found their place. Ordinary people, even sinful people. Okay, നമ്മളതെല്ലാം കണ്ടു. But one of the key things that I said, most of these people, വിശ്വാസത്തിൽ നിന്ന ഈ ആളുകളുടെ എല്ലാം ഒരു കാര്യം ശ്രദ്ധിച്ചു, they saw the invisible God. അദൃശ്യനായ ദൈവത്തെ അവർ കണ്ടു. നമ്മുടെ യാത്രയിലും നമുക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, ഈ കാര്യങ്ങൾക്ക് വിലയിടണമെങ്കിൽ, if you really wanted to value something, if you really wanted to make a choice, ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ, if you wanted to endure suffering, shame, ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിലും, we have to see the value of Christ. We have to see him. കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ everything else would look pale before him. ബാക്കി എല്ലാം നമുക്ക് മിന്നുന്ന കുമളകൾ പോലെ മാത്രമേ ഉള്ളൂ. They're like the bubbles that will burst the next day. It might look so beautiful for the moment, but it will not last forever, because you see Christ. അതുകൊണ്ടാണ് പറഞ്ഞ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി. Look unto Jesus, the author and the finisher of our faith. Don't look at here and there. Don't look behind. Run with perseverance, race that is marked out for us. So as people of Israel, as a nation of Israel, we saw them how by faith they walked through the Red Sea as if through the dry land. ഈ ഡ്രൈ ലാൻഡിൽ കൂടെ പോയ പോലെ, ഉണങ്ങിയ നിലത്തൂടെ പോയതുപോലെ നമ്മൾ കാണുന്നുണ്ട് ഇവര് ഈ സമുദ്രത്തിലൂടെ പോയ വിശ്വാസം ഒറ്റ കാര്യമായിരുന്നു. അവരെക്കാൾ ധൈര്യമുള്ള ആളുകളോട് പുറകെ വന്നെങ്കിലും അവിടെ ഡ്രൗൺ ചെയ്തു പോയായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസത്താൽ അവർ എരിഹോവിന്റെ ചുറ്റും നടക്കി. ഇനിയും തിരിച്ചു പോകാൻ വഴിയൊന്നുമില്ല. ഇറ്റ് വാസ് ജസ്റ്റ്, നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇറ്റ് വാസ് എ ഡെയറിങ് ഫെയ്ത്ത്. സാഹസികമായ ഒരു വിശ്വാസമായിരുന്നു, അനുസരിക്കുന്ന വിശ്വാസമായിരുന്നു. 7 ദിവസം യെസ് വി വിൽ എൻസർക്കിൾ, നമ്മൾ ചുറ്റും നടക്കാം. പേഷ്യന്റ് 7 ദിവസം, ഇനി 7-ാം ദിവസം 7 പ്രാവശ്യം. ഇറ്റ് വാസ് എൻ ആന്റിസിപ്പേറ്റിംഗ് ഫെയ്ത്ത്. എന്ത് ചെയ്യാം, പ്രതീക്ഷയുണ്ട് ഭാഗത്ത്. They were all looking for a promise, looking for the city. അവരെല്ലാം, പക്ഷേ ഒരു തിങ് ഇസ് ദാറ്റ് പഴയ വിശുദ്ധന്മാർക്ക് അത് ലഭിക്കാനായിട്ട് കഴിഞ്ഞില്ല. And then we saw
this harlot, this ഈ സ്ത്രീ, വേശ്യാ സ്ത്രീ എന്ന് നമ്മൾ വിളിക്കുന്ന രാഹാബ് എന്ന് പറയുന്ന ആ സ്ത്രീ, ജാതീയ സ്ത്രീ. She saw, you are the God of heaven and God, you are the God below. ഈ സ്വർഗത്തിലും ദേവൻ ഭൂമിയിലും ദേവൻ എന്ന് ഞാൻ മനസ്സിലാക്കി. See, this was the root. അവളുടെ വിശ്വാസത്തിന്റെ അടിത്തറ ഇതായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ, അല്ലെങ്കിൽ അവൾ കാണിച്ചു കൊടുത്തേനെ, you guys here, മറുപടി ഒളിച്ച് എടുത്തോണ്ട് പോകാൻ പറയും. But she knew this is a way God provided for her. അത് അവളെ രക്ഷിച്ചു. It saved her. It was a singular faith. അത് ഒറ്റപ്പെട്ട അസാധാരണമായ വിശ്വാസമായിരുന്നു. അത് ഇളകാത്ത വിശ്വാസമായിരുന്നു, ഉറപ്പുള്ള വിശ്വാസമായിരുന്നു. അത് ആത്മത്യാഗമുള്ള വിശ്വാസം, സെൽഫ് സാക്രിഫൈങ്, ആയിരുന്നു. അത് സിംപത്തൈസ് ചെയ്യുന്ന വിശ്വാസമായിരുന്നു. It was sympathizing faith. It was sanctifying faith. അത് ശുദ്ധീകരിക്കുന്ന വിശ്വാസമായിരുന്നു. നമുക്ക് ആകപ്പാടെ നമ്മുടെ കയ്യിലുള്ളത്, one thing that all you need in life is faith. This is a faith journey. ഇതൊരു വിശ്വാസത്തിന്റെ യാത്രയാണ്. നമ്മൾ വിശ്വാസ സമൂഹമാണ്. There is no faith, we cannot go forward. Without faith, it is impossible to please God. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. ദൈവത്തിന്റെ അരികിൽ വരുന്നവൻ എന്ത് വിശ്വസിക്കണം? That God exists and He is a rewarder of those who diligently seek Him. തന്നെ അന്വേഷിക്കുന്നവർക്ക് നന്മ ചെയ്യുന്ന ആളാണ്, ഗുണം ചെയ്യുന്ന ആളാണ്, പ്രതിഫലം കൊടുക്കുന്ന ആളാണ് എന്ന് വിശ്വസിക്കണം. It's a journey of faith. ആ വിശ്വാസ ജീവിതത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. We are not on the other side of history. We are on this side. ശരിക്കും പറഞ്ഞാൽ ഈ വാഗ്ദത്തം വന്നൊന്നും അവർ കണ്ടില്ല. But we have seen Christ coming. നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുക, ക്രിസ്തുയേശുവിനെ വരച്ചു കാണിച്ചിരിക്കുക. We have seen right Jesus right here. We are on this side. 2000 years ഇപ്പുറത്തെ സൈഡിൽ വന്നിരിക്കുക. We have the Bible with us. We have Holy Spirit operations here. We have a church. We have fellowship. Why not trust Him? Why not live by faith? Not by sight, but by faith. നമുക്ക് പ്രാർത്ഥിക്കാം.